ഉദയ്പൂര് ഹോസ്റ്റൽ, നമ്മൾ ഫുഡ് സ്പ്രിന്റ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിൽ താമസിച്ചില്ലേ, അവിടെ നിന്ന് ഞാനിപ്പോൾ താമസിക്കുന്ന പുഷ്കറിലുള്ള ഹോസ്റ്റലിലേക്ക് 250 കിലോമീറ്റർ ഉണ്ട്. 3 ദിവസം കൊണ്ടാണ് തീർത്തത് കേട്ടോ. അടുപ്പിച്ച് 3 ദിവസം അടുപ്പിച്ച് ചെയ്ത കാരണമാണെന്ന് അറിയില്ല. സംഭവം പൊട്ടേണ്ട സ്ഥലത്തൊക്കെ പൊട്ടിയിട്ടാ, ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ വലിയ പരിപാടിക്കൊന്നും പോകണില്ല കേട്ടോ. ഒരു 10-50 കിലോമീറ്റർ താഴെയുള്ള റൈഡാണ്. ഒരു വെള്ള മരുഭൂമി കാണാൻ വേണ്ടി പോകണ്ട. ഒരു വൈറ്റ് കളറിലായിരിക്കും ഈ മരുഭൂമി ഉണ്ടാവുക. ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് എന്നൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നല്ല കട്ടിയുള്ള പാഡൻ എടുത്തു വിട്ടോ. ഡെക്കാത്തലോൻ്റെ ഏറ്റവും പുതിയ സാധനം തന്നെ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. ബാക്കി 2 ഉള്ളത് എൻ്റെ കയ്യിൽ പഴയതാണ്. അപ്പോൾ അതന്നെ ഇട്ടു, കാരണം പൊട്ടേണ്ട സ്ഥലത്തൊക്കെ പൊട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇനി റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അവിടെ സ്കിൻ റാഷസും കാര്യങ്ങളൊക്കെ വന്ന് പണിയാവും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹൈവേ പിടിച്ച് ബൈപ്പാസിൽ കൂടെ. നമ്മൾ ഇന്നലെ കയറിയ മലയൊന്നും കയറണ്ട, അടിപൊളി വഴിയായിരുന്നു കേട്ടോ. അടിപൊളി വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം വഴിയായിരുന്നു. ഇത് നമ്മൾ പോകാൻ പോകുന്നത് മാർബിളിൻ്റെ ഒരു ഡംപിങ് ഏരിയയിലേക്കാണ് കേട്ടോ. കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ ഇന്നധികം ചവിട്ടുണ്ടാകുന്ന വിചാരിച്ചിട്ട് ചെറിയൊരു റൈഡ് ഇറങ്ങിയതാണ്. നമ്മൾ നാളെ പോകുന്ന അതേ സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ. ബൈപ്പാസ് ആ വഴി കൂടെ തന്നെയാണ്, ഈ വഴി കൂടെ തന്നെയാണ് നാളെ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ കേരള ടു കാശ്മീർ കുറച്ചൊരു സ്റ്റോപ്പ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ലോക്കലായിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണ്ട. വൈറ്റ് ഡെസേർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിനെ. നമ്മൾ കിഷൻഗർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാ. ആ ഒരു ഡംപിങ് യാർഡിലേക്ക് പോണ വഴി ഫുള്ള് GJ മാർബിൾസ്, വിയറ്റ്നാം വൈറ്റ്, ലക്ഷ വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ മാർബിൾ കടകളാണ് കേട്ടോ. ഫുള്ള് എൻ്റെ ദൈവമേ അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് നോക്കിയേ, ഫുള്ള് മാർബിള്, ഗ്രാനൈറ്റ്, കൂടുതൽ മാർബിളാണ് കേട്ടോ. ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ കണ്ടതൊക്കെ വെറും ശിശു കേട്ടോ. ഹൈവേയിൽ ഒരെണ്ണം മാത്രം. ഇവിടെ ഇങ്ങനെ തക്കാളിപ്പെട്ടി അടുക്കി വെച്ചോണാണ് മാർബിളിൻ്റെ. ശോഭ മാർബിൾസ്, ഇതേ ശോഭ അടിച്ചു വരുന്നു അവിടെ. ശോഭ മാർബിൾസ്, സൗത്ത് ബ്ലാക്ക്, ശ്രീ റാണ മാർബിൾസ്, ഫുള്ള് മാർബിൾ കട കേട്ടോ. നൈസ്. നമ്മളിപ്പോൾ പോകുന്നത് ഈ മാർബിളെല്ലാം അവിടെ പൊടിക്കുന്നുണ്ട്. ഇന്നലെ കണ്ടില്ലേ ഒരു വലിയ മെഷീൻ, നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട മെഷീൻ പൊടിച്ചുണ്ടാക്കുന്ന മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്. ഇവിടെ രണ്ടും ഉണ്ട് കേട്ടോ, മാർബിളും ഉണ്ട് ഗ്രാനൈറ്റും ഉണ്ട്. അത് പൊടിച്ച് വരുന്ന പൊടി ഒരു സ്ഥലത്ത് കളഞ്ഞ് അതൊരു കൂനയായിട്ടാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യം എന്ന് പറയും, കൂമ്പാരം പോലെ. ഇവിടെ അത് ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനായിട്ടാണ്. ആ പൊടി വേസ്റ്റ് ഇട്ടിട്ട് അങ്ങനെയാണ്. ഡംപ് യാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, മാർബിൾ ഡംപ് യാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷനുകൾക്ക് ഗൂഗിളിൽ നിന്ന് തപ്പിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. കിഷൻഗറിന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അജ്മീർ നിന്നാണെങ്കിൽ ഒരു 50 കിലോമീറ്റർ പ്രതീക്ഷിച്ചാൽ മതി. 50 കിലോമീറ്റർ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയോണ്ടിരിക്കണത്. ഒരു വെള്ള റോഡ് വരെ, കറുപ്പ റോഡൊക്കെ മാറിയിട്ട് വെള്ള റോഡായിട്ടാ. നോക്കി അവിടെയൊക്കെ തൂക്കുന്നുണ്ട് ഓരോ കല്ലിൻ്റെയും വെയിറ്റൊക്കെ. ഇതാ ട്രാക്ടറിൽ കൊണ്ടുപോകുന്നു കട്ട് ചെയ്ത സാധനങ്ങൾ. ഇപ്പുറത്തും ദേ അത് വെയിറ്റ് നോക്കുന്ന സാധനങ്ങളുണ്ട്. ഇതിൻ്റെ പാളികൾ, ചെറിയ ഇതുകളുണ്ടല്ലോ, യുണീക്ക്. ഒരു യുണീക്ക് തന്നെ ആയിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ട് ആ ട്രാക്ടർ പോണ വഴിയാണെന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രദേശം ഫുള്ള് കേട്ടോ. അവിടെ കുളിക്കുന്നുണ്ടല്ലോ, എവിടെയാണത്. അവിടെ ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ച് പോയോണ്ടിരിക്കുക. ഇവിടെ ഫുള്ള് വെള്ളമായ കേട്ടോ. ടിക്കറ്റ് ഫ്രീ ടിക്കറ്റാണ്, പക്ഷേ ടിക്കറ്റ് എടുക്കണം. അതെന്താ അതൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ക്യാമറ അലൗഡല്ല, ഫോൺ അലൗഡാണ്. കുറച്ച് നിയമങ്ങളുണ്ട് കേട്ടോ. സോ ഇവിടെ എവിടെയാണ് ടിക്കറ്റ് എടുക്കുക, അതിൻ്റെ അവിടേക്ക് പോയിട്ട് കാര്യമില്ല. മാർബിൾ ടിക്കറ്റ് കൗണ്ടർ അന്വേഷിക്കട്ടെ കേട്ടോ. ഗൈസ് ടിക്കറ്റ് കിട്ടിയിട്ടാ. കിഷൻഗർ മാർബിൾ അസോസിയേഷൻ, വെൽക്കം ടു സ്നോ യാർഡ് കേട്ടോ. എനിക്ക് എന്തിനാണെന്ന് അറിയണില്ല. വെഹിക്കിൾ നമ്പർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ സൈക്കിളാണെന്ന്. അപ്പോൾ സൈക്കിൾ നമ്പർ, ഞങ്ങളുടെ സൈക്കിളിന് നമ്പറൊന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് ഇവരുടെ ഇത്. ഫ്രീ ആകുമ്പോൾ അങ്ങനെ കയറ്റി വിട്ടാൽ പോലെ. എനിക്ക് തോന്നുന്നത് എത്ര പേര് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. എനിക്ക് അറിയില്ല, എന്തിനാണെന്ന് അറിയില്ല. ഇങ്ങനെ സാധനം തന്നവർ കാട്ടിയെടുത്തു. ഉള്ളിലേക്ക് കയറിയിട്ടാ. ക്യാമറ എൻ്റെ കയ്യിൽ ഇല്ലയെന്നാണ് പറഞ്ഞു നോക്കണേ, പക്ഷെ ക്യാമറ എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ. സ്നോ യാർഡ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ടിക്കറ്റിൽ കാശില്ല, ഒരു സാധനമില്ല. ഇതാ സ്നോ യാർഡ്. സൂപ്പർ എക്സൈറ്റഡ് ഗൈസ് കാണാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഫുള്ള് വെള്ള കളറാകുമ്പോഴേ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് ടിക്കറ്റ് വെച്ച് കുറച്ച് നന്നാക്കി ചെയ്തുകൂടെ ഇവർക്ക്. 360 സൈക്കിള്
UTV, ATV, ഹ്യൂമൻ, ഗൈറോ, സിപ്പ് സൈക്കിൾ, കിഡ്സ്, ട്രാമ്പിളിങ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഒരു കുറച്ചുകൂടി വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, റോക്കറ്റ് ജെക്ടർ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ എല്ലാം. പക്ഷേ പ്രത്യേകിച്ച് അച്ചടക്കത്തോടു കൂടിയിട്ടല്ലേ ചെയ്തതാണ്, ഒക്കെ തോന്നിയോണുണ്ടോ. എൻ്റെ അടിപൊളിയുണ്ടോ. ഞാനിപ്പോൾ സൈക്കിൾ ഓർഡർ നോക്കിയാൽ ഇതാണ് എൻ്റെ കാഴ്ച വരുന്നത്. എൻ്റെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫുള്ള് വൈറ്റ് കളർ ആയതുകൊണ്ടേ അടിപൊളി കേട്ടോ. കുറേ ഹിന്ദി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സൺഗ്ലാസ് എടുക്കാത്ത കാരണം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അടിപൊളി, നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. സൺറൈസും സൺസെറ്റൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അവിടെ. ആ വെള്ളത്തിൻ്റെ ബ്ലൂ കളർ വെള്ളമായിട്ടേ. ഞാൻ പയ്യെ അങ്ങോട്ടേക്ക് ഇറക്കാൻ പോവാണ് കേട്ടോ, സ്നോ യാർഡിലേക്ക്. അവിടെ കുറച്ച് സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇത് സൈക്കിൾ കയറ്റാൻ പാടില്ല എന്ന് പറയും കേട്ടോ. നോക്കി നോക്കാം എൻ്റെ പെണ്ണ്. ഇവിടെ ഹെലിപ്പാഡൊക്കെ ഉണ്ടോ, ഹെലിപ്പാഡും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ഫോട്ടോ തന്നെങ്കിലേ കൊള്ളാട്ടാ, പൊളിച്ച്. ഞാനിത് എന്താ കാണണേ നോക്കിയേ, അടിപൊളി കേട്ടോ. ഫുള്ള് സ്നോ പോലെ, മഞ്ഞിൽ വീണ് കിടക്കുന്ന പോലെ കേട്ടോ. നല്ല ഉറച്ച മണ്ണാ, അങ്ങനെ വല്ലാതെ അങ്ങനെ കുഴഞ്ഞിട്ടുള്ള ഇതൊന്നുമല്ല, നല്ല രീതിയിൽ ഉറച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അടിപൊളി. ഐ ലവ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങോട്ട് പോണ്ട, അവിടെ നിറച്ച ആൾക്കാരുണ്ട്. ആദ്യം നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം കേട്ടോ. വെള്ളപ്പൊടി നോക്കിയേ, നിറച്ച് വെള്ളപ്പൊടി കേട്ടോ, ഫുള്ള് വെള്ളപ്പൊടി ഉണ്ട്. നല്ല രസമുണ്ട്, കൊള്ളാം. നട്ടപ്പുറ വെയിലത്ത് സൺഗ്ലാസും ഇല്ലാണ്ട് മാസ്കും ഇല്ലാണ്ട് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അടിപൊളി. എൻ്റെ അമ്മേ, കാലത്ത് ഭക്ഷണം കഴിക്കാത്ത കാരണം അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി. നോക്കിയാൽ നിങ്ങൾ നോക്ക്, ഫുള്ള് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ഒരു ലോറിയിൽ ഈ പൊടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവർ. കണ്ട ആ ദൂരത്ത് ഒരു JCB ലോറിയിൽ മാന്തി ആ സാധനം പൊടി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇതൊക്കെ നോക്കിയേ, നൈസ്. നമുക്ക് ഇനി മറ്റേ ആ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ടോയ്ലറ്റാണ് കൊണ്ടത്. ഇവിടെ ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്, അത് നല്ല കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ അവർ, അതെന്തായാലും നന്നായി. ഇതൊക്കെ എന്തിട്ട് സാധനം നോക്കിയേ, ഒരു വടി പോലെ വെച്ചിട്ടുണ്ട്. നൈസ്, ഒരു വടി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിട്ടാണാവോ. എന്തായാലും ഫോട്ടോ എടുത്തിട്ട് പോകാം അവിടെ നിന്ന്. ഗൈസ് 10 മണിക്കാണിത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ 10 മണിക്ക് തന്നെ എത്തിയേട്ടാ, അതുകൊണ്ട് വലിയ തിരക്കില്ല. പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര ആൾക്കാരുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെയൊക്കെ അങ്ങോട്ട് വലിയ കൊക്കയാണ് കേട്ടോ, മറ്റേ കുഴിയാണ്. വെള്ളം ആയതുകൊണ്ട് അറിയണില്ല എന്നുള്ളൂ. അവിടെ കുറേ പേര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നിറച്ച ആൾക്കാരായിട്ടാ, ഫുൾ ആൾക്കാരുകളായി. ഞാൻ ദേ ഇപ്പുറത്തേക്ക് കൂടെ വന്നിട്ട് അവിടെ 2 പൈങ്കിളികളിരുന്ന് കുറുകുന്നുണ്ട്. ഞാൻ ദേ ഇതിൽ കൂടെ വന്നിട്ട് ഞാൻ ഐ ലവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമല്ലേ, ആ സ്ഥലത്തേക്ക് നീങ്ങണം കേട്ടോ. നൈസ്. ഓ, അവിടെ ആൾക്കാർ നോക്കി നിറച്ച ആൾക്കാരായി. എല്ലാവരും ഇവിടെ വെള്ള കളറാണ് കേട്ടോ, ഫുള്ള് വെള്ള കളറല്ല. പക്ഷെ മുറുക്കി തുപ്പിയുണ്ട് കേട്ടോ. ഇവന്മാർക്ക് അതൊരു ഹോബിയാണെന്നുണ്ട്, ഈ മുറുക്കി തുപ്പല്. മുറുക്കി തുപ്പണത് ഭയങ്കര ഇതാ, അടിപൊളി. ഇനി വെയിലത്ത് കിടന്ന് കളിച്ച് കഴിഞ്ഞാൽ അധികം ശരിയാവില്ല കേട്ടോ. അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു നമ്മൾ. കൊള്ളാം, അടിപൊളി സ്ഥലം. അടിപൊളി. അയ്യോ കേരള ടു കശ്മീർ. അതെ, മലയാളിയാ? അതെ, എവിടെ? ഒറ്റയ്ക്കോ? അതെ, പേരെന്താ? അഞ്ജു. ആ, നിങ്ങൾ നാട്ടിലെവിടെ? ഒറ്റപ്പാലം. ഞാൻ തൃശ്ശൂര്. അതെ, തൃശ്ശൂർക്കാരാ? അടിപൊളി അടിപൊളി. ഞാൻ ഡിസംബർ 29 സ്റ്റാർട്ട് ചെയ്തു. ആ, സൈക്കിൾ നോക്കിയില്ലെങ്കിലേ ചിലപ്പോൾ അവന്മാര്
കെയർഫുൾ അടിപൊളി. തൃശ്ശൂര് ഒല്ലൂർ എന്ന് പറയും. ഒല്ലൂര്. ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. ക്യാമറ പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി പിടിക്കും, അതുകൊണ്ട് അങ്ങനെ പിടിച്ചിരിക്കണേ. അടിപൊളി. മലയാളികളെയും കണ്ടു കേട്ടോ. കാശ്മീർ തक जाना है, गिर जाओगे तो दिक्कत हो जाएगी ये बोल रहे. ഞങ്ങൾക്ക് വേറെ 2 പിള്ളേരോടെയും കിട്ടിയിട്ടുണ്ട്. പേരോടാ? പേര് ഈശോ. എന്നിട്ട് എനിക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദിയിലല്ലല്ലോ പറഞ്ഞേ ശരിക്കും. ഈ ആ പല്ലി കൂടെ ശ്വാസം മാത്രമേ വരണുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. ഈദൻ ഈദൻ ജോസഫ്. പേര് ഇസബൽ തെരേസ അല്ലേ? സെറ്റ്. നിങ്ങളുടെ 2 പേരുടെ ഓക്കെ. ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് പയ്യെ വിടാം കേട്ടോ. ഇവിടുത്തെ കുതിര സഫാരി ഒക്കെ ഉണ്ട്. കുതിര സഫാരിയും എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമായതുകൊണ്ടേ ആൾക്കാരുകൾ കുറേ വരുന്നുണ്ട്. അവർ എയർഫോഴ്സിലാണ് കേട്ടോ, മലയാളികൾ 2 പേരും. നോക്കിയേ കുതിര. നൈസ്. ഇവിടുന്ന് പയ്യെ നീങ്ങാം ഗൈസ്. ഹായ് 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 ഹായ്. നിങ്ങളും മലയാളികളാ? അടിപൊളി. എവിടെയാ? കോഴിക്കോട്. ഞാൻ തൃശ്ശൂര്. വ്ളോഗില് ലൈവാണ്. എന്താ പേര്? എൻ്റെ പേര് ജോയൽ. ഹായ് ഹായ്. അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. ഹായ്. ഞാൻ ഡിസംബർ 29. ഏതാ? ഡിസംബർ 29 മാർച്ചിന് മുന്നേ കാശ്മീർ എത്തണം. തണവ്. ന്യൂ ഇയർ ഏതൊരു പെട്രോൾ പമ്പിലായിരുന്നു. കേരളത്തിലല്ല, തമിഴ്നാട്ടിലായിരുന്നു. കോയമ്പത്തൂർ ഏതൊരു പെട്രോൾ പമ്പിലായിരുന്നു ന്യൂ ഇയർ. അപ്പൊ അങ്ങനെ ഏതാ? അതെ. മലയാളികൾ എല്ലായിടത്തും മലയാളികളുണ്ട്. അടിപൊളി. നിങ്ങളിവിടെ വർക്ക് ചെയ്യണോ? ഞങ്ങൾ ഡൽഹിയിൽ 1-2 പ്രോഗ്രാംസുകൾ ഉണ്ട്. ബൈ റോഡ് ഡൽഹിയിൽ നാട്ടിലേക്ക് പോവാണ്. ഞങ്ങളൊരു 1 വീക്ക് സമയം എടുത്തിട്ട് നാട്ടിലെത്തും. അടിപൊളി. രാജസ്ഥാനാണ് ഇന്ന് കവർ ചെയ്യാൻ പ്ലാൻ ചെയ്ത്. അടിപൊളി. കണ്ടതിൽ സന്തോഷം. വീഡിയോ ഇതിൽ ടാഗ് ചെയ്തോളാം തന്നെ. ശരി എന്നാ. താങ്ക് യു. ഗൈസ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഹെലികോപ്റ്ററിലും വരാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം. ട്രെയിനിൽ വരാൻ താല്പര്യമില്ലാത്തവർക്ക് ഹെലികോപ്റ്ററിൽ വരാം. ഇവിടെ വന്നിട്ട് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയിട്ട് പോകാട്ടോ. അതെ, ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ കൂടെ വന്നേ, അത് ഫുള്ള് കവർ ചെയ്തു. നമുക്ക് ഇനി തിരിച്ച് പോകാട്ടോ. ദൈവം അവിടെ മേക്കപ്പൊക്കെയാണ്. നോക്കിയേ, മേക്കപ്പ് ചെയ്ത് കൊടുക്കണ ഫുള്ള്. എനിക്ക് നാളെ ഞാൻ പറഞ്ഞേ ഫോട്ടോഷൂട്ട് പരിപാടിക്കായിരിക്കും കേട്ടോ. കൊള്ളാം. എന്തായാലും ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. പയ്യെ നീങ്ങാട്ടോ. നമുക്കിനി പോവാം ഗൈസ്. 40 കിലോമീറ്റർ ഉണ്ട്. സോ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്ഥലം. ഞാൻ നാട്ടിൽ നിന്ന് ഈ ട്രിപ്പ് തുടങ്ങുമ്പോൾ ഇത് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. നമ്മൾ പോണ റൂട്ടല്ല. ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചോണേ. ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നാളെ കാലത്ത് പോകണം. നോക്കട്ടെ. കാരണം ഇനി ഹൈവേ ആയിരിക്കും കേട്ടോ. മടുപ്പായിരിക്കും കുറച്ച്. അറിയില്ല. നോക്കി നോക്കാം ഗൈസ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെയാണ് സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും അറിയാൻ പറ്റില്ല. ദയവേ ക്യാമറ മാറ്റട്ടെ സെക്യൂരിറ്റിക്കാരൻ. 2 ദിവസം നിൽക്കാം, ബോഡിയും എല്ലാം ഒന്ന് റിക്കവർ ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇവിടെ റൂം എടുത്തതാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ 4 ദിവസം ഇവിടെ നിന്നു പുഷ്കറിൽ കേട്ടോ. ഇവിടെ നിന്നും ആക്ച്വലി 1078 കിലോമീറ്റർ സംതിങ് ആണ്. 1100 കിലോമീറ്ററാണ് അടുപ്പിച്ചാണ് ശ്രീനഗറിലേക്കുള്ളത് കേട്ടോ. ഈ സ്ഥലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഷ്കർ എന്ന് പറഞ്ഞ സ്ഥലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ മനസ്സിൽ. ഇനി ഡയറക്റ്റ് ശ്രീനഗർ വെച്ചിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. ഈ 1100 കിലോമീറ്റർ ദിവസം 100 കിലോമീറ്റർ ചവിട്ടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തീരും കേട്ടോ. നമ്മുടെ സൈക്കിള് ഇന്നലെ കണ്ടതുപോലെ തന്നെ ഹോസ്റ്റലിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. ലഗേജും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് പാക്ക് ചെയ്തിട്ട് നമ്മൾ പയ്യെ ഇവിടെ നിന്നും യാത്ര തുടങ്ങാണ് കേട്ടോ, അടുത്ത സ്ഥലങ്ങൾ തേടിയിട്ട്. ഗൈസ്, ഉച്ചയായിട്ടാ സമയം 12 മണിയായി. ഇവിടെ ഒരു റൊട്ടി ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. റൊട്ടിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു കട. പർബത്സാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയാണ്. ഭയങ്കര വിജനമായ സ്ഥലമാണ് കേട്ടോ. വരുന്ന വഴിയിൽ ഫുള്ള് ഭയങ്കര വിജനതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ കുഞ്ഞില്ല കേട്ടോ. സോ ഇത് ചെറിയൊരു ഹോട്ടൽ. ഇവിടെ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രീതികൾ കേട്ടോ, ഭക്ഷണം കഴിക്കാനുള്ള രീതികളും കാര്യങ്ങളൊക്കെ. റൊട്ടി ദാൽ ബാട്ടി ചപ്പാത്തി സബ്കുച്ച് ടേക്ക്. ഇതാണ് ഇവിടുത്തെ ഹോട്ടൽ കേട്ടോ. ഹോട്ടലാണ് ഇത് കാണുന്നത് നിങ്ങൾ കേട്ടോ. നിങ്ങൾ കാണുന്നത് ഇതൊരു ഹോട്ടലാണ്. പർബത്സാർ എന്ന് പറഞ്ഞ സ്ഥലത്തെ
ഒരു ഹോട്ടലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഇത്രയും ദൂരം ഭയങ്കര വിജനതയിലൂടെയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഒന്ന് കാട്ടി തരാം. ഫാനുണ്ട്, ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു ബെഞ്ച്, 4 കസേര, അടിപൊളി, കൊള്ളാം. ഇവിടുത്തെ ഭാര്യയും ഭർത്താവുമാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കണതും ഹോട്ടൽ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു ജോഷി എന്നുള്ളത് ബ്രാഹ്മിണാണോ എന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ പയ്യെ ഇതുകളും കാര്യങ്ങളൊക്കെ ഉള്ളിലിട്ടിട്ട് ഞാൻ പയ്യാന്ന് പറഞ്ഞിട്ടാ അതേന്നും പറഞ്ഞു. അപ്പോൾ അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. ഇവർ ജാതി ഭയങ്കരമായിട്ട് ചോദിക്കും കേട്ടോ. ജാതി പേര് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ജാതിയിലുള്ള ആൾക്കാരാണെന്ന് ചോദിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലവിടെ. അപ്പോൾ ഞാനിത് ഫുള്ള് ഡോക്യുമെൻ്റ് ചെയ്യാണ്. കാരണം ഇനി ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വരുമെന്നുള്ളതൊന്നും ഉറപ്പില്ല കേട്ടോ. ഒരു ഉൾഗ്രാമമാണ്. സോ ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കൊള്ളാം കേട്ടോ, അടിപൊളി. സമയം ഇപ്പോൾ 3:30 കേട്ടോ. 3:30 ആയപ്പോൾ സൈക്കിൾ ഞാനിവിടെ വെച്ചു. ഒരു പെട്രോൾ പമ്പിൽ അണഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സൈക്കിളിവിടെ വെച്ച് പെട്രോൾ പമ്പിൽ ഇങ്ങനെ അണഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ പെട്രോൾ പമ്പിൻ്റെ മുതലാളി പയ്യൻ വലിയൊരു യൂട്യൂബറാട്ടോ. ഇവിടുത്തെ ഫേമസ് ആണ്. 1 ലക്ഷം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, 1.5 ലക്ഷം 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു KGF ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. മൈൻ ചെയ്യുന്ന രാജസ്ഥാനിലത്തെ ഒരു KGF ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാട്ടിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. 4:30 ആകുമ്പോൾ ഇവിടെ നിന്ന് പോടാൻ നമുക്കെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാം കേട്ടോ, അടിപൊളി. ഞാനിങ്ങനെ എന്ത് ചെയ്യും ഒരു ദിവസം, ലൈക്ക് ഞാനിപ്പോൾ മെയിൻ സംഭവങ്ങൾ മാത്രമേ യൂട്യൂബിൽ ഇടുന്നുള്ളൂ. എല്ലാം കൂടി ഒരു ദിവസം എന്തൊക്കെയാണ് നടക്കണം അത് ഫുള്ള് വലിച്ചു വാരി ഇടുന്നില്ല, ലാഗ് അടിപ്പിക്കണ്ടല്ലോ എന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ KGF ആണ്. എൻ്റെ പൊന്നെ, എനിക്ക് കണ്ടപ്പോൾ എൻ്റെ ബോധം പോയിട്ടോ. ഇത് आलन टाल अभिमन्यु अभिमन्यु वो इधर से पूरा फेमस गाय है फेमस यूट्यूबर आए आप नाम योगेश योगेश थैंक यू वो इधर का KGF देखने के लिए अभी हम लोग निकलेंगे वी विल टूर बहुत तगड़ा मजा आएगा आप सबको बहुत राजस्थान ले KGF मार्बल माइंस ताजमहल जो में मार्बल लगा है वो हमारे यहाँ का लगा है और भी कई जगह जो मार्बल लगे हैं अयोध्या राम मंदिर एवरीवेयर द फेमस मार्बल इज मकराना मार्बल मकराना मकराना मार्बल yesterday I go to Kishangarh marble dump area वो wastage wastage marble wastage yes Kishangarh okay Rajasthan full marble famous है full marble famous food famous दाल बाटी some कुछ चीजें हैं जो बहुत फेमस है राजस्थान की तो अभी चलेंगे अपन we'll try 4:30 4:30 4:30 നമുക്ക് പോകാം. അതെന്തായാലും പൊളിച്ച് ഓരോന്നോരോന്ന് മുന്നിൽ വന്ന് പെടണതേ. അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ പെട്രോൾ പമ്പിൽ കയറിയതാണ്. 3:30-4 മണിയായപ്പോൾ റെസ്റ്റ് എടുക്കാൻ പെട്രോൾ പമ്പ് വേറെ സ്ഥലം അന്വേഷിക്കണ്ടല്ലോ, ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. 22 വയസ്സുള്ളൂ ഈ സ്കോർപ്പിയോ എടുക്കുന്ന ചെക്കനായിട്ടാ ഈ അഭിമന്യുവിന്. 22ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പെട്രോൾ പമ്പ് ബിസിനസ്സിലേക്ക് അപ്പൻ്റെ ബിസിനസ് നോക്കി നടത്താൻ വേണ്ടി ഇറങ്ങി. ഇപ്പോൾ പെട്രോൾ പമ്പ് ജയ്പൂർ ഒരു കഫേ തുടങ്ങാൻ പോകണു. അങ്ങനെയൊക്കെ ആയിട്ട് ഈ സ്കോർപ്പിയോ അവൻ്റെ അപ്പൻ അവന് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു 20 വയസ്സായപ്പോൾ അവന് വാങ്ങിക്കൊടുത്തതാണ്. എന്തിന്? ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു കാറ് കൊടുത്തത്. 1 വർഷമായി ഓടിച്ചിട്ട് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഇവൻ്റെ പേഴ്സണൽ കാറാണ്. ഇവൻ്റെ അപ്പച്ചന് ഒരു താറുണ്ട് കേട്ടോ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. 22ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 20ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ഒരു സ്കോർപ്പിയോ കാറ്. ഞാനിപ്പോഴും ഒരു കാറ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ സംഭവം നടന്നിട്ടില്ല കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ കേട്ടോ. Okay. Makrana city. Yeah, Makrana city. Okay. In 5-4 kilometer then mines. Mines. Full mines. Yeah, full mines. Okay. So നമ്മൾ സിറ്റിയിലേക്ക് വന്നു. ഇവിടെ ഒരു ദാൽ കച്ചോടി റൈറ്റ്. ദാൽ കച്ചോടി ഇവിടുത്തെ ഫേമസ് ആണ്. ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ദാൽ കച്ചോടി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞാനൊരിടം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അജ്മീർ ഇന്നലെ ആ ഡംപിങ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒന്നും ട്രൈ ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇതുണ്ടല്ലോ സ്വിഗ്ഗി മസാല ബോണ്ട പോലത്തെ ഒരു സാധനം. അതിലേക്ക് പരിപ്പൊഴിച്ചിട്ട് തരും കേട്ടോ അവർ. അതാണ് സാധനം വരണത്. जोयल हाँ क्या करते हो आप? हम साइकिल से केरला टू कश्मीर जा रहे हैं. केरला टू कश्मीर? हाँ भाई गले लगे हुआ सेम प्लेन है भाई 5-6 महीने बाद सेम टूर है जम्मू से केरला तक तमिलनाडु तक. ओह नाइस. ऑन साइकिल पे और
बारिश में सावन में करना है हाँ। फुल रेन ऊपर से लेके नीचे तक Oh, nice, अप्रोक्सीमेटली 40 to 100 किलोमीटर हाँ वो टोटल डेज हाँ टोटल डेज 21 40 to 100 किलोमीटर हाँ डेली 200 किलोमीटर Okay. टारगेट इज 20 डेज 21 डेज नाइस नाइस अप्रिशिएट ओके आप अड़िपड़ी आपका क्या टारगेट है कब तक करोगे सॉरी कब तक करो अभी चल रहा है आप हाँ हम चल रहे हैं केरला टू कश्मीर जा रहे हैं हाँ अभी राजस्थान पहुंचा हाँ राजस्थान में 3,800 किलोमीटर्स टोटल क्या और न्यू फ्रेंड्स साइकिलिंग कम्युनिटी या साइकिलिंग कम्युनिटी स्ट्रावा है ना आपका या स्ट्रावा पे वो वो इधर फेमस है कचोरी बहुत फेमस है भाई ആ ഓക്കെ നൈസ് 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 ഇതാണ് കച്ചോരി എന്ന് പറഞ്ഞ സാധനം കേട്ടോ वो मसाला नहीं वो दाल क्या डालेगा ഇത് इसमें दही भी डालेगा दही बड़ा भी ആ डालेगा ഓക്കെ ഓക്കെ ആ ഇതാണ് സംഭവം വരുന്നത് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല वो दाल ये मीठा चटनी था ये भी ये पुदीने का चटनी है पुदीना ആ ഓക്കെ ये ഓക്കെ लहसुन का चटनी है ആ ഓക്കെ നൈസ് 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 ഓ ठीक है ओके ब्रो താങ്ക് യു സോ മച്ച് താങ്ക് യു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണ്ട കുഴപ്പമില്ല കൊള്ളാം അടിപൊളി സാധനം ടേസ്റ്റ് ഉണ്ട് ആ മസാലയുടെ കുത്തില്ല തൈരുള്ള കാരണം നമ്മളിപ്പോൾ മൈൻസിൻ്റെ ആ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്കി നിങ്ങൾ എന്തോരം ഡീപ്പാന്ന് वो आपके पास ड्रोन है हम चलेगा एक ഡ്രോണിൽ ഞാൻ കാട്ടി തരാം പക്ഷേ ഈ സാധനം നോക്കി ഭയങ്കര ഡീപ്പ് കിട്ടാ ഇത് ഉള്ളിലേക്ക് താഴോട്ട് ഇറങ്ങി പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് KGF മറ്റേ ഒരു ഇറങ്ങിപ്പോയില്ല അതുപോലത്തെ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ आगे और माइंस आएंगी हाँ। तो प्रॉपर एकदम आपको शूट करके बताना ആ നമ്മൾ പോകുന്നുള്ളൂ അങ്ങോട്ട് മെയിൻ സ്ഥലത്തേക്ക് ഇതിന്റെ അടിപൊളി ഭയങ്കര വലിയ നീളത്തിന് കിടക്കണം കേട്ടാ ഇവരുടെ മൈൻസ് കാണാം ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടാ ഇവിടെ ഒറ്റ ഇതിൽ ഇറങ്ങാൻ പറ്റില്ല കേട്ടാ ചവിട്ടിയിട്ട് ഇറങ്ങണം ഭയങ്കര പൊങ്ങിയിട നിൽക്കണം അടിപൊളി എൻ്റെ അമ്മ അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് ഇറ്റ്സ് ടു ഡീപ് वेरी डीप ആ Stand here. See. ഓയ്യോ ഇത് ഭയങ്കര ഡീപ്പാ നോക്കിയേ എൻ്റെ അടിപൊളി കേട്ടാ ഭയങ്കര ഡീപ്പ് ഭയങ്കര ഡീപ്പ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല റോഡ് സൈഡിലാ वो रोड के नीचे माइंस रोड के नीचे माइन है ആ റൊട്ടൊരു റോഡ് പോകുന്ന വഴി മാത്രമേ ഉള്ളൂ കേട്ടോ यहाँ से रोड चल रही है पूरी हाँ। और ये माइंस है उस तरफ भी माइंस है इस तरफ भी माइंस है मिडिल इन रोड മിഡിൽ റോഡ് അവിടെ റോഡുള്ള കാരണം റോഡിന്റെ അടിയിലും ഫുള്ള് മൈൻസ് ആണ് കേട്ടോ ഫുള്ള് മാർബിളിന്റെ കട്ടിങ്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സാധനമൊക്കെ അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ നോക്കി എൻ്റെ അമ്മോ അടിപൊളി ഫുള്ള് चश्मा हटाओ चश्मा हाँ? चश्मा हटाओ ये हटाओ യാ अब देखो എനിക്ക് ഹൈറ്റ് ഫിയർ എൻ്റെ ഒരു കിലോട്ടോ നിങ്ങൾ വിചാരിക്കണ പോലെ കേട്ടോ ഭയങ്കര ഡീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പ് വെരി ഡീപ്പ് ആ ഭയങ്കര ഡീപ്പ് അത് ഫുള്ള് അവിടെ കട്ട് ചെയ്ത് वो मशीन में कट करेगा मशीन हाँ the cranes हाँ बाहर निकालेगी इनको हाँ। they go stone onto cutters हाँ Then ओके they cut ओके in slabs हाँ ओके वो क्रेन इसको मशीन निकालेगा हाँ बाहर निकालेगा हाँ, बाहर फिर ट्रांसपोर्ट बाय ट्रांसपोर्ट जाएगा ये कटर्स पे Cutters कटर्स है, भी आपको हाँ। मैं दिखाऊंगा हाँ। वहाँ ये कट होगा स्लैब होंगे ओके वो ब्लॉक ब्लॉक या हाँ वो क्या कट करेगा ब्लॉक करेगा पूरा ब्लॉक को बाहर निकाल मशीन है मशीन है Machine। कटर टाइप में ब्लॉक को काटेगा कट पानी करेगा, से, फिर हाँ। बाहर निकालेगा फिर आपके यहाँ पे फैक्ट्री भेजेगा ആ ഓക്കെ ഓക്കെ ഓരോ ബ്ലോക്കുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് കേട്ടോ ഈ സാധനം वो कौन सा कटर मशीन है Cutter machine, मशीन ओ क्रेन में अंदर डालेगा मशीन कटर मशीन machine। ആ അതാണ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് കേട്ടോ വലിയ മെഷീൻസ് ക്രെയിനിൽ അങ്ങോട്ട് ഇറക്കിയിട്ട് और अंदर जाने का रास्ता है यहाँ से सीढ़ी ഓ ये सीढ़ी स्टेप बाय स्टेप Oh. इनसाइड ह्यूमन ഹ്യൂമൻ പീപ്പിൾ വർക്കേഴ്സ് people worker there inside goes there step ഓ ഫുൾ അത്രയും ഡീപ്പിലേക്ക് ആ സ്റ്റെപ്പ് and second this ആ
वो आपको दिख रहा है डब्बा सा, वो डब्बा, हाँ डब्बा, हाँ उसमें बैठेगा इंसान, हाँ उसमें बैठ के अंदर छोड़ा जाएगा उसको। ഓ അങ്ങനെയാണ് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറാൻ. ബോ ബടാ മുഷ്കിൽ है बहुत अंदर बड़ा डालेंगे. मुश्किल है, बहुत बड़ा मुश्किल है ये तो। ऑक्सीजन लेवल कम हो जाता है अंदर, ഓ ഓ ഓ बहुत रिस्की। अपन जैसा जाएगा तो बेहोश होके गिर जाएगा वहाँ। ഓ അടിപൊളി എൻ്റെ പെണ്ണേ, ഇത്രയും ഡീപ്പാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. The Swift Desire cross the road, ആ the ആ mines, and उधर भी mines, इधर भी mines, बीच में रोड, गाड़ियाँ क्रॉस हो रही है। അത് ഭയങ്കര ഇതായി പോയിട്ടാ. നോക്കിയേ ഫുള്ള് ഇവിടെ ഫുള്ള്. എനിക്ക് ഹൈറ്റ് കുറച്ച് ഇതുണ്ട് കേട്ടാ, ഹൈറ്റ് ഫിയർ കുറച്ച് പേടിയുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ എങ്ങനെ ഇറങ്ങി I have പോകണം. also height fear, that's why I am. അടിപൊളി നൈസായിട്ടുണ്ട്, കൊള്ളാട്ടാ. രക്ഷയില്ല. അവര് ഈ റോഡിന്റെ അടിയിലും, ഇതാണ് റോഡ് വരുന്നത്, ആ കല്ല് കണ്ട റോഡിന്റെ അടിയിൽ അറ്റം വരെ ചെത്തിയെടുത്തിരിക്കാനുണ്ട് ഇതുകളാണ് മാർബിൾസ്. ഈ പറഞ്ഞോണം താജ്മഹൽ, ताजमहल, राम मंदिर, वैष्णो देवी मंदिर, the many मंदिर्स are built by this पत्थर, marble. कौन सा गाँव का नाम? മക്രാണ. ആ ഇവിടുത്തെ ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പണിതിരിക്കണേ. ഗൈസ് ഇത് റോഡ് കേട്ടാ, ഇത് റോഡ് പോണു. ഒരു ചേച്ചിയും ഇതും ആള് പോണു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എടുക്കുന്നു. അവിടെ നേരത്തെ കാട്ടിയ മൈൻ ട്ടാ, ഇത് ഒരു മൈൻ. അതിനുശേഷം ഇവിടെ ഒരു ലോറിക്ക് ഇതിന് പോകാനുള്ള ഒരു റോഡ്. അതിന് ശേഷം ഇപ്പുറത്ത് നോക്കി, ഇപ്പുറത്ത് വേറൊരു മൈൻ ട്ടാ. ഓ ഡീപ്പർ ദാൻ ദാറ്റ്. ആ ഭയങ്കര ഡീപ്പാണ് കേട്ടത്, മറ്റേത് നമ്മൾ കണ്ടതിനെക്കാട്ടും. അവര് മൈൻസ് ഓ സാധനം അവർ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ആ ഓക്കെ, ഭയങ്കര ഡീപ്പാട്ടത്. ഓ ആദ്മി അന്തർ है. ओ वो ऑक्सीजन नहीं है. They have habit. They are used to that climate. देखो वो छोटे आर्टिफिशियल ना, हाँ देखो ये इसमें दिखेंगे. ओके 3 आदमी है. ഓ അണ്ടർ 3 പേരുണ്ട് അതിൻ്റെ ഉള്ളിൽ, 3 പേര് കളിക്കുന്നുണ്ട്. ഓ एक छोटा JCB है. JCB हाँ वो क्रेन में से बांध के इसको भेज दिया. ഓക്കെ ക്രെയിനിൽ താഴെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഈ സ്ക്രീനിൽ ഫോണിൻ്റെ ഇതിൽ കാണാൻ പറ്റും ആൾക്കാർ അതിൻ്റെ ഉള്ളിലുള്ളത്. अड़ीबड़ी मेन वो इधर का मेन इनकम सोर्स मार्बल मेन इनकम सोर्स फेमस जो है कारण वो सब मार्बल है. जिसके पास माइंस है वो बहुत पैसे वाला है. डिफेंडर, जी-वैगन in seconds माइंस इधर. I have no business, then I have a Scorpio. ആൾക്ക് മൈനില്ലാത്ത ഒരാള് आपका माइंस नहीं स्कॉर्पियो അതർവൈസ് G-Wagon ഡിഫൻഡർ ചെറിയ വണ്ടികളെടുത്തേനെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വൈറ്റ് ഇത് കണ്ട, ഇതാണ് നമ്മൾ പോയ കിഷൻഘട്ടിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുകൂട്ടാം മൈൻസിന്റെ പൊടി. കാരണം ഇവിടെ ഇത്രയും വലിയ മൈൻസ് ഉള്ള കാരണം നമ്മൾ മൈൻസിന്റെ ഇത് കണ്ടില്ലേ, ആ ഇതുകള് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് इधर से किशनगढ़ ट्रांसपोर्ट होता है. ये बाहर भी ट्रांसपोर्ट होता है. और जो किशनगढ़ में जो फैक्ट्रीज है, किशनगढ़ हैव नो माइंस. किशनगढ़ no mines, only factories. yes they cut the marble. You see ഇവിടെ ഫുള്ള് ഈ വേസ്റ്റേജ് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും കിഷൻഘട്ടിലേക്ക് കേട്ടോ. അതാ നിങ്ങൾക്ക് ഇവിടെ ഫുള്ള് കാണാൻ പറ്റും. ഓ മൈ ഗോഡ് എൻ്റെ പല്ലേ. ഓ ഓക്കെ, നമുക്ക് പയ്യെ ഇറങ്ങാട്ടോ മൈൻസിലേക്ക്. എൻ്റെ അമ്മോ അടിപൊളി കേട്ടാ. ഓ നൈസ്. യെസ് താങ്ക് യു. ഇറ്റ്സ് ലൈക്ക് ഇത് ആ തുമ്പത്തിക്കോടെ ഇറങ്ങി വന്നത് നമ്മൾ. ആ തുമ്പത്തിക്കോടെ അമ്മയെ അടിപൊളി. ഗൈസ് നമ്മൾ ഇവിടെ ഇരുന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. നോക്കി ഇതുവരെ മാർബിളിൻ്റെ പീസുകളാണ് അവരിവിടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടേ. താഴെ എൻ്റെ അമ്മയെ താഴേക്ക് നോക്കാൻ പറ്റണില്ല, ഇടയ്ക്ക് തലചിട്ടാണ്. താഴോട്ട് നോക്കാൻ പറ്റണില്ല, എനിക്ക് തലചിട്ടുണ്ട് ഈ സാധനങ്ങൾ നോക്കുമ്പോൾ. നോക്കിയേ എൻ്റെ അമ്മയെ അടിപൊളിയായിട്ടാ. सेपरेट
Okay. The owner is this. Okay. And second Honor. one- Yeah. This one. Yeah. इसका honor. हाँ? Friends. Friends. Yeah. Okay. ഇതിന്റെ Second one, honor of Ayush. Ayush. This is cousin brother. Cousin brother. Cousin brother. हाँ, okay. Okay. One honor, second honor, third honor. Yeah. हम वो थोड़ा हम I thought पूरा एक आदमी का नहीं, अलग अलग. अलग अलग है. हाँ, एक कितना है? एक का कीमत कितना है? हाँ, एक. आप मान के चलो कम से कम इसकी कीमत हो सकती है 15 करोड़, 8 करोड़, 20 करोड़, 25 करोड़, 30 करोड़. आई माइंस इन 8 करोड़ खत्म सो दो यू. है ना? ये जो माइंस देख रहे हो ना, ये वाला हिस्सा, इसकी कीमत है वो साइड का जो माइंस देख रहे हैं, उसकी कीमत है 8 करोड़ रुपए. 8 करोड़. 8 करोड़. 8 करोड़. पिछले महीने इसका जो हुआ है वो क्या बोलते हैं, पेपर वगैरह साइन पेपर. हुआ है. ओके. 8 करोड़. 8 करोड़ कीमत है. एक बड़ा वाला 8 करोड़ है. Like छोटी है वो तो 8 crore is smallest. स्मॉल है. Biggest तो KGF. KGF. राजस्थान का KGF. Yo, like starting is 8 crore. स्टार्टिंग 8 करोड़, 2 करोड़, 3 करोड़, अलग अलग. लाइक different quality. मतलब द मेन थिंग इज दिस स्टोन. सब इस पे डिपेंड करता है. ओके. कि वो ये प्योर वाइट है या फिर थोड़ा गुलाबी है या ब्लैक है, सब इस पे डिपेंड करता है. हाँ, ओके. वो वाइटनेस वाले पत्थर है जो पत्थर पड़े वहाँ पे. हाँ, ओके. वो क्वालिटी, अच्छा क्वालिटी डिपेंड इस पे करता है. Quality. अच्छा क्वालिटी हाँ. तो ज्यादा पैसा. लाइक पुष्पा मूवी. പുഷ്പ ചന്ദ്രൻ. യെസ്. എല്ലാം മൂവി വെച്ചിട്ടുണ്ട് റിലേറ്റ് ചെയ്യണത്. ഷിക്കാവത്ത്, അഭിമന്യു ഷിക്കാവത്ത്. കൊള്ളാട്ടാ, പൊളിച്ച്. കാരണം അത് ഏറ്റവും കുറവാ, 8 കോടി രൂപ. ഒരു ഇത്രയും പോകുന്നൊരു സാധനം ഉണ്ടാ. ഇത് വേറൊരാളുടെ, അത് വേറൊരാളുടെ ഓരോ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. 10-20 കോടി രൂപയൊക്കെ വരും കേട്ടോ ഒരു ഇതിന്. ഏറ്റവും ഇതൊക്കെ വരണത് ഒരു ആവറേജ് ഇത് കിട്ടണത്. നേരത്തെ പറഞ്ഞല്ലേ ഡിഫൻഡർ കാറ്, ഡിഫൻഡറിൻ്റെ ഇത് ജി വാഗൺ പൂരാ, അതാണ് സെറ്റപ്പ് വരുന്നത്. കൊള്ളാം ഗൈസ്. അങ്ങനെ ഫൈനലി ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിൽ വന്ന് കിടന്നു കേട്ടാ. എന്തായാലും കിടിലൻ സംഭവമായിരുന്നു. ഞാനൊന്നും ലൈക്ക് ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. സോ അടിപൊളിയായിരുന്നു. സ്റ്റേ ട്യൂൺഡ്. നാളെ 6 മണിക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. കേരള ടു കാശ്മീർ യാത്ര രാജസ്ഥാൻ കഴിയാറായിട്ടാ. ഇനി ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് കാശ്മീർ കയറാൻ വേണ്ടിയിട്ടാ. പഞ്ചാബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജമ്മു, കാശ്മീർ. ഇപ്പം തന്നെ തണുത്ത് തുടങ്ങി. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.